ഗുഡ് ഈവനിങ് ഓൾ. ദിസ് ഇസ് സിയാദ് ഇലിഗൽ. നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് കടക്കാം. ഒരുപാട് ഗ്ലോബൽ ഈവൻറ്റുകൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. സ്റ്റോക്കുകളുടെ ന്യൂസുകൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. കൂടാതെ അതിന് അടുത്ത ആഴ്ച കൊച്ചിയിൽ വെച്ച് നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ഓഫ്ലൈൻ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ട് നിങ്ങളെ സീറ്റ് ബുക്ക് ചെയ്യാം. ഓൺലൈനായിട്ട് എപ്പോൾ വേണമെങ്കിലും ബുക്ക് ചെയ്യാം. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഗോൾഡ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $2,500 പെർ ഔൺസ് എന്ന നിലയിൽ എത്തി നിൽക്കുന്നു. ഗോൾഡ് പണയം വെക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. കൂടാതെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് മഹേന്ദ്രയുടെ താർ റോക്സിൻ്റെ ലോഞ്ച് ഈവൻ വയനാടിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ട് പോലും കേരളത്തിൽ തന്നെ അവർ നടത്തിയിട്ടുണ്ട്. അതായത് വളരെയധികം പൊട്ടൻഷ്യൽ ഉണ്ട്. ഏതൊരു വാഹന കമ്പനിക്കും ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ ആ ഒരു ലോഞ്ച് നടന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ M&Mൽ കണ്ടു. IT സെക്ടർ കഴിഞ്ഞ ആഴ്ചയിൽ 5% റാലി കണ്ടു. PSU സെക്ടർ PSU ബാങ്കിങ് കമ്പനീസ് 2% ഒരു ഫോള് കണ്ടു. മുൻനിര IT കമ്പനിയായിട്ടുള്ള ടെക്കം, TCS, വിപ്രോ, ഇൻഫോസിസ് തുടങ്ങിയ IT കമ്പനീസ് കഴിഞ്ഞ ആഴ്ചയിൽ 5% റാലി കണ്ടു. ഫാർമ സെക്ടറിൽ ഡിവിസ് ലാബ് ഏകദേശം 5% ഒരു ഫോള് കണ്ടു. ഇനി മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ ആരതി ഇൻഡസ്ട്രീസ് 19% ഒരു ഫോളാണ് കണ്ടിട്ടുള്ളത്. റവന്യൂ ഗൈഡൻസ് കുറച്ചതുകൊണ്ട്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക് വേദാന്ത അവരുടെ സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് കാരണം ഹിന്ദുസ്ഥാൻ സിങ്ക് ഏകദേശം ഒരു 10% ഫോള് കണ്ടു. ഇനി FISൻ്റെ DISൻ്റെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഒരു ദിവസം മാർക്കറ്റ് അവധിയായിരുന്നു. FIS ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം അവർ 9,000 കോടി രൂപയുടെ സെല്ലാണ് നടത്തിയിട്ടുള്ളത്. വെള്ളിയാഴ്ച ദിവസമാണ് അവർ 766 കോടി രൂപയുടെ ബൈയിങ് നടത്തിയത്. അപ്പോൾ DIS ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച 10,000 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഓൾമോസ്റ്റ് 99,000 CRൻ്റെ സെല്ല് നടത്തി. വെള്ളിയാഴ്ച ദിവസം മാത്രം അവർ ബൈ നടത്തി. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ എല്ലാ ദിവസവും ബൈ നടത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 10,000 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയിട്ടുള്ളത്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ ഇറാൻ ഇഷ്യൂസ് ഈ ഒരു വീക്കെൻഡിൽ ഒന്നും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ചർച്ചകൾ ഉഭയകക്ഷി ചർച്ചകളെല്ലാം തന്നെ തുർക്കിയുടെയും ഖത്തറിൻ്റെയും മധ്യസ്ഥയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏറെക്കുറെ ബലം കണ്ടു എന്ന് വിശ്വസിക്കാം. ഈ ഒരു ഇഷ്യൂസൊന്നും വീക്കെൻഡിൽ ഉണ്ടായിട്ടില്ല. സെബി മേധാവിക്കെതിരെയുള്ള പുതിയ ആരോപണങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു കാര്യം മാർക്കറ്റിൽ ചൂട് പിടിക്കുന്നുണ്ട്. പക്ഷേ മാർക്കറ്റൊന്നും അത് ബാധിക്കാതെ മാർക്കറ്റ് അതിൻ്റേതായിട്ടുള്ള ഡയറക്ഷൻ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം തിങ്കളാഴ്ച തന്നെ ഒരു റിക്കവറി നടത്തി. എന്നാൽ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മാർക്കറ്റ് ശക്തമായിട്ട് ഇടിഞ്ഞു. ബുധനാഴ്ചയെല്ലാം തന്നെ മാർക്കറ്റ് 24,100 എന്ന സപ്പോർട്ട് എടുത്തു. അതായത് തിങ്കളാഴ്ച ദിവസത്തെ ഓപ്പണിങ്ങിൽ നിന്ന് 200 പോയിന്റ് ഇടിഞ്ഞു. വ്യാഴാഴ്ച ദിവസം നമുക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച ദിവസം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ഹാഫിൽ സെൽ ഓഫ് നടത്തിയെങ്കിൽ കൂടിയും പിന്നീട് മാർക്കറ്റ് ശക്തമായി റാലി രേഖപ്പെടുത്തി 24,539 അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയിലെ ഓപ്പണിങ്ങിൽ നിന്ന് 233 പോയിന്റും കഴിഞ്ഞ ആഴ്ചയിലെ ലോയിൽ നിന്ന് 400 പോയിന്റാണ് റാലി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ചയിലെ ഓപ്പണിങ്ങിൽ നിന്ന് 200 പോയിന്റ് റാലി, കഴിഞ്ഞ ആഴ്ചയിലെ ലോയിൽ നിന്ന് 400 പോയിന്റ് റാലി. അപ്പോൾ വീക്കിലി അടിസ്ഥാനത്തിൽ നിഫ്റ്റി 400 പോയിന്റിൻ്റെ ഒരു ട്രേഡിംഗ് റേഞ്ചാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്ലോബൽ ഈവൻറ്റുകൾ നോക്കാം. US നിന്ന് ഓഗസ്റ്റ് 21 ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്, ഓഗസ്റ്റ് 22 ജോബ്ലെസ് ക്ലെയിം ഡേറ്റ, ഓഗസ്റ്റ് 23 ബിൽഡിംഗ് പെർമിറ്റ്. ചൈനയിൽ നിന്ന് ലോൺ പ്രൈം ഡേറ്റ 6:45. യൂറോസോണിൽ നിന്ന് ഓഗസ്റ്റ് 20 ഇൻഫ്ലേഷൻ ഡേറ്റ. സമയം കൊടുത്തിട്ടുണ്ടല്ലോ 2:30 PM ജർമ്മനിയിൽ നിന്ന് ഈ ഒരാഴ്ചയിൽ മാനുഫാക്ചറിംഗ് PMI ഉണ്ട്. UK നിന്ന് ഈ ഒരാഴ്ച സർവീസ് PMI ഉണ്ട്. ഈ ഒരാഴ്ചയിൽ മുതൽ ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്, അതായത് ഓഗസ്റ്റ് 21 11:30 PM ഇതാണ് ഏറ്റവും വലിയ ഇവൻറ്റ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ US VIX 3% ഇടിഞ്ഞു. US മാർക്കറ്റ് നാസും ഡോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റ് പൊതുവെ പോസിറ്റീവായിരുന്നു. ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ നോക്കണ്ട, ഗോൾഡ് കാണാം. മൂന്നാമതായിട്ട് ടോപ്പിൽ നിന്ന് മൂന്നാമത് $2,507 പെർ ഔൺസ്. ഇനി US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ ഇൻഫോസിസ്, വിപ്രോ, ICICI ബാങ്ക് അങ്ങനെയുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലാണ് ADR, അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകൾ നോക്കാം. അതിനുശേഷം ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കാം. ഒല ഇലക്ട്രിക് ഇപ്പോൾ മാർക്കറ്റിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഒല ഇലക്ട്രിക്. IPOയിലെല്ലാം തന്നെ പങ്കെടുത്ത ആളുകൾക്ക് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടി. അതിനുശേഷം 20% അപ്പർ സർക്യൂട്ട് 2 ദിവസം തുടർച്ചയായിട്ട്
അപ്പോൾ ഒല നിക്ഷേപകർ നിലവിൽ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഒല നിക്ഷേപകരെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, അവർ പുതിയ റോഡ്സ്റ്റർ സീരീസ് മോട്ടോർ ബൈക്ക്, ഈ മോട്ടോർ ബൈക്ക് 74,000 രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന മോട്ടോർ ബൈക്കുകൾ അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അംബുജ സിമൻറ്റ് കമ്പനി പെന്ന സിമൻറ്റിൽ ഇവർ പൂർണ്ണമായിട്ടും പെന്ന സിമൻറ്റിനെ അക്യൂർ ചെയ്തു, ഏറ്റെടുത്തു. എസ്കോട്ട് കുബൂത്ത കമ്പനി ട്രാക്ടർ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. ജപ്പാൻ കമ്പനിയായിട്ടുള്ള കുബൂത്തയും എസ്കോട്ടും തമ്മിൽ ജോയിൻറ്റ് വെഞ്ചർ ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ഇവർ $45 ബില്യൺ ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി മുടക്കുന്നത്. ആക്ഷൻ കൺസ്ട്രക്ഷൻ കമ്പനി, ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് ആക്ഷൻ കൺസ്ട്രക്ഷന് 285 ഫോർക്ക് ലിഫ്റ്റുകളും 30 ക്രെയിൻ്റെയും ഓർഡർ ലഭിച്ചു. ടെക്നോ ഇലക്ട്രിക് കമ്പനി ഇവർ ഡിഫൻസ് ഇൻറ്റിഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രീൻഫീൽഡ് ട്രാൻസ്മിഷൻ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഇവർ ധാരണയായിട്ടുണ്ട്. ജുബിലൻറ്റ് ഫാർമ കമ്പനി $14 മില്യൺ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി മുടക്കുന്നത്. ഊർജ ഗ്ലോബൽ കമ്പനി ഇവർ ഹൈ സ്പീഡ് EV ബൈക്കുകൾ ഇവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ബാറ്റ ഇന്ത്യയുടെ CFO റിസൈൻ ചെയ്തു. തമിഴ്നാട് മെർക്കൻ്റൈൽ ബാങ്കിൻ്റെ പുതിയ MD RBI അംഗീകാരം കൊടുത്തു. MDയെ നിയമിക്കാനായിട്ട് RBI അംഗീകാരം കൊടുത്തു. BPCL കമ്പനി അവരുടെ പുതിയ ബയോഫ്യൂൽ ബ്ലെൻഡ് ബങ്കർ മുംബൈയിൽ അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. GMR എയർപോർട്ട് കമ്പനി പറയുന്നത് എയർ ട്രാഫിക് പാസഞ്ചറിൻ്റെ എണ്ണം 8% ഉയർച്ച നേടി എന്നുള്ളതാണ്. DX സിസ്റ്റം കമ്പനി 107 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സംവർദ്ധന മദേസൻ സുമി കമ്പനി ഇവർ മദേസൻ ഓട്ടോ സൊല്യൂഷൻ സോജിസ് കോർപ്പറേഷൻ്റെ 34% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. ആശാപുരി ഗോൾഡ് കമ്പനി 105 കോടി രൂപയുടെ ഓർഡർ കിട്ടി. അദാനി വിൽമർ കമ്പനി കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഒരു പാം ഓയിലിൻ്റെ എല്ലാം തന്നെ പ്രൈസ് ഇന്ത്യയിൽ ഉയർന്ന ഡിമാൻഡ് കാരണം 1 വീക്ക് ഹൈയിലാണുള്ളത്. ബ്രിഗേഡ് അതൊരു റിയാലിറ്റി മേഖലയിലുള്ള കമ്പനിയാണ്. ABC കോഫിയുടെ പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. M&Mൻ്റെ BSA ഇവരുടെ സബ്സിഡിയറി കമ്പനിയാണല്ലോ. അപ്പോൾ അവരുടെ ഗോൾഡ് സ്റ്റാർ 650 എന്ന് പറയുന്ന ബൈക്ക് അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ ഏറ്റവും ആദ്യം ബാങ്ക് എക്സിൻ്റെ ആണ്, തിങ്കളാഴ്ച എക്സ്പയറി ആണ്. സ്പോട്ട് 57,600, മേജർ റെസിസ്റ്റൻസ് 58,000, 58,500, സപ്പോർട്ട് 57,000. നിഫ്റ്റി സ്പോട്ട് 24,541, മേജർ റെസിസ്റ്റൻസ് 25,000 ആണല്ലോ. അത് ഏറ്റവും ലോങ് ബാർ റെഡ് കാണാം. 24,500, 24,000 മേജർ സപ്പോർട്ട്. ബാങ്ക് നിഫ്റ്റി 50,500 ആണ് സ്പോട്ടുള്ളത്, 50,000 സപ്പോർട്ടും 51,000 മേജർ റെസിസ്റ്റൻസ് സോണുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ നമ്മുടെ Q&A സെക്ഷൻ ഉണ്ടായിരുന്നു. പരമാവധി ചോദ്യങ്ങൾ നമ്മൾ അത് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതായത് ഇന്നലെ വൈകിട്ടാണ് പോസ്റ്റ് ചെയ്തതല്ലേ. അപ്പോൾ ഏകദേശം ഒരു 1 hour എടുത്ത് നമ്മളൊരു Q&A പരമാവധി ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ Q&Aയിൽ നമ്മളൊരു ഉത്തരം എന്ന് പറയുന്നത്, ഒരു ഉത്തരം തന്നെ അത് ഏകദേശം 1 മണിക്കൂർ പറയാനുണ്ടാവും. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതായത് FNO ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇൻട്രാഡേ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനൊരു ഒറ്റ ഉത്തരമല്ല, അതൊരു കണ്ടൻറ്റാണ്. ഏകദേശം ഒരു അരമണിക്കൂർ ദൈർഘ്യം ഉള്ള രീതിയിൽ പറഞ്ഞാൽ മാത്രമാണത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അത് പതിയുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു ബൃഹത്തായ ഒരു രീതിയിലാണ് നമ്മൾ മാർക്കറ്റിനെ പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ പരമാവധി ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് സംതൃപ്തിയായ രീതിയിലല്ല ഞാൻ ആൻസർ ചെയ്തിട്ടുള്ളത്. എനിക്ക് സംതൃപ്തിയായ രീതി എന്ന് പറയുന്നത് ഏകദേശം ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഉള്ള രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ നമ്മൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യന് ചോദിക്കുമ്പോൾ നമ്മൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് നമ്മൾ അവരുടെ സംശയങ്ങൾ മാറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു പഠന വിധേയമാക്കാനായിട്ടുള്ളൊരു നമ്മൾ ശ്രമിക്കണമെന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് നമുക്ക് ഇത് ഗ്രഹിച്ചെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും രാത്രി നേരുന്നു. നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു ഓൾ.